നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം തുടങ്ങി. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നവകേരള യാത്രയ്ക്കിടെ സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന അന്നത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. ശരണ്യ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ശരണ്യ, ഇന്നലെ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നു എന്ന് കോടതിക്ക് വ്യക്തമായിട്ടുണ്ട് എന്ന തരത്തിൽ ഇന്നത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇന്ന് ശക്തമായ വാദമാണ് ഇരു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് കോടതിയിൽ ഉണ്ടായത്. തുടക്കഘട്ടത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ കോടതി ഉയർത്തി. അതിൽ പ്രധാനപ്പെട്ടത് ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയ പല റിപ്പോർട്ടുകളുമാണ്. അതായത് വാദികൾ നൽകിയ മൊഴി, ആ മൊഴിയിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന തരത്തിൽ അല്ലെങ്കിൽ വധശ്രമത്തിന് കേസെടുക്കത്തക്ക തരത്തിലുള്ള പരാമർശങ്ങൾ, ആഴത്തിലുള്ള പരാമർശങ്ങൾ എന്തുകൊണ്ട് അപ്പോൾ മൊഴിയായി നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് SIT നൽകിയ റിപ്പോർട്ടുകൾ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങളും ഉയർന്നു. അതായത് ഇവർ ഗൺമാന്മാർ മർദ്ദിച്ച ആയുധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത് വൈകിട്ടാണ്. പക്ഷേ രാവിലെ തന്നെ റിപ്പോർട്ട് നൽകി. ആയുധം പരിശോധിക്കാതെ എങ്ങനെയാണ് വധശ്രമത്തിന് രാവിലെ തന്നെ റിപ്പോർട്ട്, വകുപ്പുകൾ ചുമത്തിയുള്ള റിപ്പോർട്ട് നൽകാനാകും എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതേസമയം തന്നെ പ്രതിഭാഗം വാദിച്ചത് മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. വാഹനത്തിന് മുന്നിലേക്ക് ഈ പ്രവർത്തകർ ചാടി വീണ് വാഹനം തടയാൻ ശ്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഹാജരാക്കിയ ദൃശ്യങ്ങൾ പൂർണ്ണമല്ല. അതിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് കൃത്രിമത്വം നടന്നിട്ടുണ്ടാകും എന്നുള്ളതാണ്. തുടക്ക ഭാഗങ്ങൾ നീക്കം ചെയ്തെന്നടക്കമുള്ള വാദമായിരുന്നു പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതിൽ സെഷൻസ് ജഡ്ജായ ഹണിയും വർഗീസ് ചില ചോദ്യങ്ങൾ ഉയർത്തി. അതായത് അന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം ജനറൽ ആശുപത്രിയിൽ നിന്നും ഗുരുതര പരിക്കാണെങ്കിൽ എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യപ്പെട്ടില്ല എന്നുള്ള ചോദ്യം വന്നു. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് അന്ന് ഇത്തരത്തിൽ വലിയ ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്നുള്ളതല്ല മെഡിക്കൽ റിപ്പോർട്ട്. അങ്ങനെയുള്ള മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ ഡോക്ടറുടെ പിഴവാണോ എങ്കിൽ അവർക്ക് നടപടി എടുക്കണ്ടേ എന്നുള്ള ചോദ്യം ഉയർന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ വൈകാരികമായി തന്നെ വാദിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി റോയി വാദിച്ചു. കാരണം ഇത് കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ആ രീതിയിലാണ് ഈ ചെറുപ്പക്കാർ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരി ശരണ്യ, ഏതായാലും അല്പസമയത്തിനകം കോടതിയുടെ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.